നമസ്തേ, സ്വാഗതം. കഴിഞ്ഞ 4 എപ്പിസോഡുകളിലൂടെ നമ്മൾ വിവിധ മതങ്ങളും അവയുടെ ഏകാത്മകതയും വിവിധ ദൈവങ്ങളെല്ലാം ഏകനും എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചു വന്നത്. ഇവിടെ നമ്മൾ ആദ്യം കണ്ടത് മതസൗഹാർദ്ദത്തിന്റെ മഹാ ഇടം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തെ പാളയത്ത് 3 പ്രമുഖ മതങ്ങളുടെയും ആരാധനാലയങ്ങൾ ഒരു വിളിപ്പാടകലെ സ്ഥിതി ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പരാമർശിച്ചു. അവിടെ നിന്ന് തുടങ്ങി പല മതങ്ങളും ഒന്നാണ്, പല ദൈവങ്ങളും ഒന്നാണ്, ലോകത്തിന് ഒരേ ഒരു മതമേ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ഉള്ളൂ, ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നു. കാരണം എല്ലാ മതങ്ങളുടെയും നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരൊറ്റ മതമാണ്, അതായത് ഒരൊറ്റ പ്രതിപാദ്യമാണ് അതിലെല്ലാം പറയുന്നത്. അതുപോലെ അതിലൂടെ വിശദീകരിക്കുന്നതെല്ലാം ഏകനായ സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ്. ഇതും നമ്മൾ പറഞ്ഞു വന്നു. ഇനി നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയാം എന്ന് പറഞ്ഞത് ദൈവങ്ങളുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രൂപപരിണാമങ്ങളാണ്. നമ്മൾ ഇസ്രായേലിൽ നമ്മൾ ബൈബിളിലൊക്കെ നോക്കിയാൽ യഹോവ എന്ന ദൈവത്തെ നമുക്ക് കാണാം. സർവശക്തനാണ്, തേജോമയനാണ്, അഗ്നിസ്വരൂപനാണ്, സർവശക്തനാണ്, സർവ സ്ഥലത്തും ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ ഒരു ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ ത്രിയേകത്വം നിലനിൽക്കുമ്പോൾ തന്നെ യഹോവയെ കുറിച്ച് ദൈവമായി ബൈബിൾ വ്യക്തമായും പറയുന്നുണ്ട്. ആ യഹോവയുടെ പരിണാമത്തിൽ യഹോവ തന്നെയാണ് യേശു എന്ന അർത്ഥം വരുന്ന രീതിയിൽ പുത്രൻ പ്രകടമായിട്ടുണ്ട്. അപ്പൊ രൂപപരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖുർആനിൽ നോക്കിയാൽ മുഹമ്മദ് നബിക്ക് പ്രവാചകനായ ശ്രീ മുഹമ്മദ് നബിക്ക് മുൻപേ ഉള്ള അദ്ദേഹത്തെ വളരെ ബഹുമാന സൂചകമായി അതിനു മുമ്പായിട്ട് കുറച്ച് വാചകങ്ങൾ ചേർത്താണ് ശ്രീ മുഹമ്മദ് നബിയെ, പ്രവാചകനായ നബി തിരുമേനിയെ പ്രതിപാദിക്കേണ്ടത്. ആ ബഹുമാനം കൊടുക്കണം. അന്യമതസ്ഥരായ നമ്മുടെ നാവിൽ അത് പെട്ടെന്ന് വഴങ്ങി വരില്ല. എന്തിനും നമ്മുടെ സ്വന്തം മതത്തിന്റെ ദിവ്യ ഭാഷയായ സംസ്കൃതവും നമുക്ക് പെട്ടെന്ന് വഴങ്ങി വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നബി തിരുമേനി എന്ന് പറയുന്നു. നബി തിരുമേനി മക്കയില് പ്രവർത്തനം ആരംഭിക്കുന്നതിന്, അറബി നാടുകളിൽ മതപ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പും അവിടെയുള്ള ആദിമ മുസ്ലിം മതം രൂപം കൊള്ളുന്നതിന് മുമ്പും പലവിധ ദൈവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ദൈവങ്ങളുടെ രൂപപരിണാമം, ഹിന്ദുമതത്തെ കുറിച്ച് പറയണ്ടല്ലോ, ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്. അപ്പൊ ഏകനായ ദൈവത്തിന് ഉണ്ടായ രൂപപരിണാമങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് വളരെ വിശാലമായ ഒരു സബ്ജക്റ്റാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് യുക്തിവാദികൾക്കും സയന്റിസ്റ്റുകൾക്കും സാധാരണ വിശ്വാസികൾക്കും, നമ്മളെ പോലുള്ള സർവ്വസാധാരണരായ അല്പബുദ്ധികളായ വിശ്വാസികൾക്കും നിഷേധിക്കാൻ കഴിയാത്ത, ഒരേപോലെ സ്വീകരിക്കാൻ കഴിയാത്ത ഒരു ദൈവ നിർവചനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമോ? നമ്മളിവിടെ ദൈവത്തെ ഒന്ന് നിർവചിച്ച് തുടങ്ങുകയാണ്, നിർവചിച്ച് നോക്കുകയാണ്. നമ്മൾ ഈ നിർവചിച്ച് നോക്കുമ്പോൾ ആ നിർവചനം നമുക്കെല്ലാം പൊരുത്തപ്പെടും. കാരണം നമുക്കെല്ലാം യോജിക്കാൻ കഴിയും. കാരണം നമ്മളെല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ദൈവത്തെ കാണുന്നു. ദൈവം സർവശക്തനാണ് എന്ന് വിശ്വസിക്കുന്നു. സയന്റിസ്റ്റുകൾക്ക്, യുക്തിവാദികൾക്കും അത് പോരല്ലോ, വസ്തുതാപരമായി തെളിയണമല്ലോ. അപ്പൊ ഈ 2 പേർക്കും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ദൈവ നിർവചനത്തിലേക്ക് നമുക്കിപ്പോഴും പോകാം. അതിനുശേഷം ദൈവപരിണാമങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഇവിടെ ആദ്യത്തെ നിങ്ങളോടുള്ള ചോദ്യം, ഈ പ്രപഞ്ചം, നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ളതാണല്ലോ, അപ്പൊ നമുക്ക് ഈ പ്രപഞ്ചത്തെ കുറിച്ച് തന്നെ പറയേണ്ടി വരും. ഈ പ്രപഞ്ചം നമ്മുടെ മുന്നിൽ ഏതെല്ലാം ഭാവങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഏതെല്ലാം ഭാവങ്ങളിൽ, ഏതെല്ലാം രൂപങ്ങളിൽ, ഏതെല്ലാം വ്യത്യസ്ത രീതികളിൽ ഈ പ്രപഞ്ചം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു, പ്രകടമാകുന്നു, നമുക്ക് അനുഭവവേദ്യമാകുന്നു. നമ്മൾ കണ്ണു തുറന്നാൽ കാണുന്നതെല്ലാം നാം ഉൾപ്പെടെയുള്ള സർവ്വതും പ്രാപഞ്ചിക വസ്തുക്കളാണ്. പ്രപഞ്ചമല്ലാതെ ഒന്നുമില്ല, ഈ വിശ്വമല്ലാതെ ഒന്നുമില്ല. ശരിയാണല്ലോ. ഇപ്പൊ മേശയും കസേരയും കട്ടിലും ടെലിഫോണും ഇലക്ട്രിസിറ്റിയും പ്രകാശവും ജലവും എല്ലാം, ഗ്രഹങ്ങളും നക്ഷത്രജാലവും താരാപഥങ്ങളും നാനാഗ്രഹങ്ങളും എന്ന് പറയുന്ന രീതിയിലുള്ള സർവ്വതും പ്രപഞ്ചമാണ്, വിശ്വമാണ്. ഈ വിശ്വപ്രപഞ്ചം
എന്നൊക്കെ കവികൾ പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം പ്രപഞ്ചമാണ്. പക്ഷെ നമ്മൾ വളരെ സൂക്ഷ്മമായി ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് പ്രപഞ്ചത്തെ രണ്ട് രീതിയിൽ പ്രകടമാകുന്നതായി മനസ്സിലാക്കാം. കാരണം മുന്നിൽ കാണുന്ന സർവ്വ ഭൗതിക വസ്തുക്കളും പദാർത്ഥമാണ്, ദ്രവ്യമാണ്, മാറ്റർ ആണെന്ന് ഇംഗ്ലീഷിൽ പറയും. ദ്രവ്യമാണ്. ഈ ദ്രവ്യം കത്തിച്ചാൽ എന്ത് കിട്ടും? ഊർജം കിട്ടും. അപ്പൊ ഊർജത്തിന് ദ്രവ്യം കത്തിച്ചുണ്ടാക്കുന്ന ഊർജം അല്ലാതെ തന്നെ പ്രപഞ്ചത്തിൽ ഊർജ സ്വരൂപമായി തന്നെ ഊർജം നിലനിൽക്കുന്നുണ്ട്. ഈ ചെടികള് ജലത്തിൽ നിന്നും മണ്ണിൽ നിന്നും ജലവും പോഷകാംശങ്ങളും വലിച്ചെടുത്തിട്ട് സൂര്യന്റെ പ്രകാശവും ചേർത്ത് ആ ഊർജത്തെ ഖരവസ്തുവാക്കി മാറ്റും. അതാണ് അതിന്റെ ഫലങ്ങളും കിഴങ്ങുകളും. അങ്ങനെ ചെടികൾ നിർമ്മിക്കാത്ത ഒരു കിഴങ്ങ് കഷ്ണം, ഒരു മരിച്ചീനിയോ ഒരു കപ്പത്തുണ്ടോ നമുക്ക് ലബോറട്ടറിയിൽ? കാർബോഹൈഡ്രേറ്റ് ആണത്. കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഈ കപ്പ എന്ന് പറയുന്ന സാധനം. അരിയിലും അതാണുള്ളത്. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ ഷുഗർ കൂടുമോ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആ കാർബോഹൈഡ്രേറ്റ് ചെടികളിൽ അത് പഴമായി കിട്ടും. അതിൻ്റെ മൂലമായി, ഫലമൂലങ്ങളെന്ന് വെച്ചാൽ പഴവും കിഴങ്ങും എന്നാണ് അർത്ഥം. കിഴങ്ങായിട്ട് കിട്ടും, മരിച്ചീനിയായിട്ട് കിട്ടും. മരിച്ചീനിയല്ല, കാച്ചിൽ കിഴങ്ങായാലും വള്ളിക്കിഴങ്ങായാലും മധുരക്കിഴങ്ങായാലും എന്തായാലും അത്. ഇത് നമുക്ക് ലാബിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇതുവരെ സാധിച്ചിട്ടില്ല. നാളെ ഒരു പക്ഷേ ശാസ്ത്രം അതിന്റെ വഴി കണ്ടെത്തിയേക്കും. അങ്ങനെ ലാബില് കഴിക്കുന്ന മരിച്ചീനിയോ അരിയോ മാവോ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് അതെല്ലാം ദൈവത്തിന്റെ കഴിവാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ സയൻസ് ആ അറിവിൽ എത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് അത് സംഭവിക്കാത്തത് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞു വന്നത് ഊർജത്തെ ഖരപദാർത്ഥമാക്കി, മാറ്ററാക്കി മാറ്റുന്നു, കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റും. അത് വിഘടിക്കുമ്പോഴോ നമ്മളത് കഴിക്കുമ്പോൾ ഉള്ളിൽ അത് വിഘടിക്കും, ഊർജം സ്വതന്ത്രമാകും. ആ ഊർജത്തിൽ നമ്മൾ പ്രവർത്തിക്കും. അതിൻ്റെയൊക്കെ സങ്കീർണ പ്രവർത്തന രീതികൾ ശാസ്ത്രജ്ഞന്മാർ പറയും. പക്ഷെ പ്രാഥമിക 3-ാം ക്ലാസ്സിൽ 5-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സയൻസ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ആ സയൻസ് വെച്ച് നോക്കുമ്പം ദ്രവ്യം വിഘടിക്കുമ്പോൾ ഊർജം ഉണ്ടാവും. ഊർജം ഒരുമിച്ച് ചേർന്നാൽ ദ്രവ്യം ഉണ്ടാക്കാം. അപ്പൊ ഊർജമായും ദ്രവ്യമായും ആയിട്ടാണ്, ഊർജം ദ്രവ്യം ഇങ്ങനെ രണ്ടായിട്ടാണ് പ്രാപഞ്ചിക വസ്തുക്കൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതിനെ ഒന്നിൽ നിന്നും മറ്റൊന്നിലോട്ട് മാറ്റാം. നമ്മൾ അല്പ ആധ്യാത്മികതയോ എന്താ പറയുന്ന ഉപനിഷത്ത് രീതിയിൽ തത്വചിന്താപരമായോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പ്രപഞ്ചം പ്രാഥമികമായി ദ്വൈതമാണെന്ന് പറയാം. ദ്വൈത സിദ്ധാന്തം. ഊർജവുമുണ്ട്, ദ്രവ്യവുമുണ്ട്. ഇത് രണ്ടും പ്രത്യേകം നിലനിൽപ്പുണ്ട്. പക്ഷെ അപ്പോൾ ഇത് രണ്ടല്ല ഒന്നാണെന്ന് വരുന്നുണ്ടല്ലോ. ഊർജത്തിനെ ദ്രവ്യമാക്കി മാറ്റാം, ദ്രവ്യത്തെ ഊർജമാക്കി മാറ്റാം. അപ്പൊ അതിന്റെ ആന്തരിക സ്വഭാവത്തിൽ അത് ദ്വൈതം അല്ല, അദ്വൈതമാണ്. അദ്വൈത സിദ്ധാന്തവും ദ്വൈത സിദ്ധാന്തവും ഒക്കെ വേറെയാണ്. ഞാൻ ഇതിനെ കണക്ട് ചെയ്തെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്വൈതമാണ്, രണ്ടല്ലാത്തതാണ് പ്രപഞ്ചം എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതിന് വലിയ യുക്തിവാദിയുടെ ബുദ്ധി നമുക്ക് ആവശ്യമില്ല, സാധാരണ ബുദ്ധി മതി. പ്രപഞ്ചത്തിൽ അപ്പൊ ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, ഒന്നുകിൽ ഊർജം, അല്ല എങ്കിൽ അതിന്റെ മറ്റൊരു രൂപമായ ദ്രവ്യം. ഇനി നമ്മൾ ഒന്നുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചാൽ ദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ ഊർജത്തിന്റെ ഭാവത്തിലല്ലാതെ പ്രപഞ്ചത്തിൽ വേറെന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഇനി ഒന്നുകൂടിയുണ്ട്. അതിനെ നമ്മൾ അവബോധം, കോൺഷ്യസ്നസ് എന്നൊക്കെ പറയും. അവബോധം. ഈ അവബോധ വ്യത്യാസം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് അവബോധ വ്യത്യാസം മനസ്സിലാക്കുന്നതിന് നമുക്ക് എലിയെയും പൂച്ചയും നിങ്ങളൊന്ന് എടുത്ത് നോക്കിയേ. എലിയെ കണ്ട പൂച്ച ഓട്ടിച്ചിട്ട് പിടിക്കും. പക്ഷെ പൂച്ചയുടെ സാമീപ്യം അറിയുന്ന എലി ഓടി ഒളിക്കും. രണ്ടിന്റെ ശരീരത്തിലും രക്തവും മജ്ജയും മാംസവും ഒക്കെ തന്നെയാണുള്ളത്, ഊർജവുമുണ്ട്. അതിന്റെ പ്രതികരണ പ്രവർത്തനങ്ങളാണ് അതിന്റെ ജനറ്റിക് കോഡ് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് പൂച്ചയുടെ സാമീപ്യം അറിയുന്ന എലി രക്ഷപ്പെടാനായി ഓടുന്നതും എലിയുടെ സാമീപ്യം അറിയുന്ന പൂച്ച അതിനെ പിടിച്ച് ആഹാരമാക്കാൻ ശ്രമിക്കുന്നതും. അത് അവയുടെ ആ ജനറ്റിക് കോഡ് എന്ന് പറയുന്ന അവബോധമാണ്. ആ ശരീരത്തിലുള്ള ഊർജവുമല്ല അത്, അതേസമയം ദ്രവ്യവുമല്ല. ഇത് രണ്ടിന്റെയും പ്രവർത്തന ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്ന മൂന്നാമതൊരു പ്രതിഭാസമാണ് അവബോധം.
ഇനി അവബോധം ദ്രവ്യമാണെന്നോ ഊർജമാണെന്നോ പറഞ്ഞ് ശാസ്ത്രജ്ഞന്മാർ സ്ഥാപിക്കുമോ എന്നെനിക്കറിയില്ല. അങ്ങനത്തെയുള്ള ചിന്തകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ നമുക്ക് കണക്കാക്കാൻ പറ്റും, നമ്മുടെ ശരീരത്തിൽ ഊർജവും ദ്രവ്യവും അല്ലാതെ അവബോധവും കൂടിയുണ്ട്. എലിയുടെ അവബോധം പൂച്ചയുടെ അവബോധത്തെ കാട്ടി കുറച്ച് കുറവാണെന്ന് പറയാം. ഇനി പട്ടിയും പൂച്ചയും എടുക്കുക, പട്ടിയെയും മനുഷ്യനെയും എടുക്കുക. അവന്റെ യജമാനനായ മനുഷ്യൻ, ഈ പട്ടി എപ്പോഴും മനുഷ്യന്റെ സന്തത സഹചാരിയായിട്ട് നടക്കും, സ്നേഹവും നന്ദിയും ഒക്കെ പ്രകടിപ്പിക്കും. അതൊക്കെ അതിന്റെ അവബോധമാണ്. പക്ഷെ ഈ പട്ടിക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല മനുഷ്യൻ എങ്ങനെയാണ് വീടുണ്ടാക്കുന്നത്, വീട്ടിനെന്തിനാണ് നിറം പൂശുന്നത് എന്നൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ മഴ പെയ്താൽ ഓടി വന്ന വീട്ടിനകത്ത് നനയാതെ കിടക്കാനുള്ള അവബോധം പട്ടിക്കുണ്ട്. പക്ഷെ ഒരു വീട് പണിയാനുള്ള അവബോധം പട്ടിക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പട്ടികള് STD വിളിച്ചനെ പണ്ട് കാലത്ത്. ഇന്ന് വരെ ഒരു പട്ടിയും STD വിളിച്ചതായിട്ട് എനിക്കറിയില്ല. പക്ഷെ STD വിളിക്കാം, മനുഷ്യന് പറ്റും. മനുഷ്യന് STD വിളിക്കാൻ മാത്രമല്ല, അവന് റോക്കറ്റിലൂടെ ശൂന്യാകാശത്തും പോകാം, മറ്റൊരു ഗ്രഹത്തിലും പോകാൻ കഴിയും. ഇതൊന്നും പട്ടിക്ക് കഴിയില്ല. കാരണം പട്ടിയുടെ യജമാനനായ മനുഷ്യന്റെ അവബോധ വ്യാപ്തി ഈ പട്ടിക്കില്ല. അപ്പൊ അവബോധ വ്യാപ്തിയുടെ വ്യത്യാസം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലായല്ലോ. അതേപോലെ മനുഷ്യന്റെ സ്രഷ്ടാവായ ദൈവത്തിന്റെ അവബോധ വ്യാപ്തി ഇല്ല. അതുകൊണ്ട് ദൈവപ്രവർത്തികൾ, സനാതന മതത്തിൽ ദൈവലീലകൾ എന്ന് പറയും, ദൈവത്തിന്റെ പദ്ധതികൾ, ഇതൊന്നും ശരിക്കും മനസ്സിലാക്കാൻ നാളിതുവരെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ മനുഷ്യന്റെ നിയോഗം അതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എങ്ങനെ? പൂർണ്ണമായ അവബോധത്തിലേക്ക് എത്തുക. അവിടെ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഊർജം പറഞ്ഞു, അതേസമയം ദ്രവ്യം പറഞ്ഞു, കൂടാതെ അവബോധവും പറഞ്ഞു. അപ്പം ഊർജത്തിനെയും ദ്രവ്യത്തെയും ചേർത്ത് നമുക്ക് ശക്തി എന്ന് പറയാം. ഊർജം ശക്തിയാണല്ലോ. അവബോധം ബുദ്ധിയും കൂടി കലർന്ന ഒരു വസ്തുതയാണ് അവബോധം. അപ്പൊ സർവശക്തി, സമ്പൂർണമായ ഈ പ്രപഞ്ചത്തിലെ ശക്തിയും ഈ പ്രപഞ്ചത്തിലെ സമ്പൂർണമായ അവബോധവും, ഈ ജീവജാലങ്ങൾക്ക് മാത്രമല്ല സസ്യലതാദികൾക്കും അവബോധമുണ്ട്. ഒരു തെങ്ങിൻ വളർന്നു വരെ വേറൊന്ന് തടഞ്ഞു നിന്നാൽ അത് വളഞ്ഞു വളരും. ഇത് വാഴയുടെ ഇല ഒരുമിച്ച് ചേർന്നതാണ്. തെങ്ങിന്റെ ഇലകൾ അങ്ങനെ വെച്ചാലോ കാറ്റ് പിടിച്ച് വീഴും. അതുകൊണ്ട് തെങ്ങിന്റെ ഓലകൾ കീറി വിട്ടിട്ടുണ്ട്, ഇലകൾ കീറി വിട്ടിട്ടുണ്ട്. അതൊക്കെ അവബോധ വ്യത്യാസം കൊണ്ട്, അതിന്റെ ജനറ്റിക് കോഡ് കൊണ്ട്, അതുകൊണ്ടൊക്കെ സംഭവിക്കും. ജനറ്റിക് കോഡിന്റെ വ്യത്യാസം കൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ് ഇതൊക്കെ. അപ്പൊ ആ പ്രവർത്തനങ്ങൾ എല്ലാം അവബോധത്തിലും ബുദ്ധിയിലും ഒക്കെ പെടുത്തിയാൽ സമ്പൂർണ്ണ അവബോധം, സമ്പൂർണ്ണ പ്രവർത്തന ശേഷി, സമ്പൂർണവും നിഷേധിക്കാനോ അല്ലെങ്കിൽ തോൽപ്പിക്കാനോ കഴിയാത്ത വിധമുള്ള സമ്പൂർണമായ ശക്തിയും സമ്പൂർണമായ അവബോധവും ചേരുമ്പോഴല്ലേ അവിടെ സർവശക്തിത്വം ഉണ്ടാകുന്നത്. സർവശക്തി, സർവബുദ്ധി, സർവപ്രസൻസ്, സർവ സാന്നിധ്യം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സാന്നിധ്യമായി നിൽക്കുന്ന ഒന്ന്. അതിന് സർവമായ ശക്തി വിശേഷമുണ്ട്, സർവമായ അവബോധ വിശേഷമുണ്ട്. അതല്ലേ ഈ പ്രപഞ്ചം, ഈ വിശ്വം. അപ്പൊ ദൈവസങ്കല്പങ്ങൾ, നമ്മൾ ഹിന്ദു മതത്തിലെ ദൈവസങ്കല്പത്തെ ആദ്യം എടുത്തൊന്ന് നോക്കിയാൽ, വിഷ്ണു സഹസ്രനാമത്തിന്റെ ആദ്യത്തെ 2 വാക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ സർവശക്തമായ പ്രപഞ്ചമാണ്, വിശ്വമാണ് ദൈവം എന്ന് പറയുന്നു. എങ്ങനെയാ വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നത് നിങ്ങൾക്ക് അറിയാമോ? അറിയാമായിരിക്കും, മിക്കവാറും എല്ലാവർക്കും അറിയാം. വിശ്വം വിഷ്ണു വഷത്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു എന്ന് പറഞ്ഞിട്ടാണ്. ആദ്യത്തെ പദം വിശ്വം എന്നാണ്, രണ്ടാമത്തെ പദം വിഷ്ണു. ഓരോ പദവും തുല്യമാണ്, ഒരാളിന്റെ പേരായതുകൊണ്ട് വിശ്വം ഈക്വൽ ടു വിഷ്ണു ഈക്വൽ ടു അങ്ങനെ പോകും. അപ്പൊ നമുക്ക് 2 പദങ്ങൾ എടുക്കാം. വിശ്വം ഈക്വൽ ടു വിഷ്ണു എന്ന് വെച്ചാൽ ഈ വിശ്വ പ്രപഞ്ചമാണ് വിഷ്ണു. അപ്പൊ സർവ്വസാധാരണക്കാരും സാധാരണ വിശ്വാസികളുമായ നമ്മളെ സംബന്ധിച്ച് സനാതനധർമ്മ വിശ്വാസികളാണെങ്കിൽ അവർക്ക് ദൈവമുണ്ട്, അത് വിഷ്ണു. ശിവനൊന്നും പറയാതെ പിന്നെ വരാം. വിശ്വം വിഷ്ണു ആണ്. ആ വിഷ്ണുത്തിന്റെ മറ്റൊരു പേരാണ് വിശ്വം. അപ്പോൾ സയന്റിസ്റ്റുകളെ സംബന്ധിച്ച് ദൈവമില്ല, വിഷ്ണുവില്ല.
വിശ്വമുണ്ട്, പ്രപഞ്ചമുണ്ട്. വിശ്വാസികൾ വിശ്വത്തെ തന്നെയാണ് വിഷ്ണു എന്ന് പറയുന്നത്, വിഷ്ണുവിനെ തന്നെയാണ് വിശ്വത്തെ പറയുന്നത്. ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഉണ്ട് എന്ന് സയന്റിസ്റ്റുകള്, ദൈവവിശ്വാസികളല്ലാത്തവർ, യുക്തിവാദികൾ പറയുന്ന പ്രപഞ്ചം, അതിനെ യുക്തിവാദികൾ ദൈവമെന്ന് വിളിക്കുമ്പോൾ നമ്മുടെ വിശ്വാസമായിട്ട് അത് ചേർന്ന് വരും. വിശ്വമാണ് വിഷ്ണു, വിഷ്ണുവാണ് ദൈവം, വിശ്വമാണ് ദൈവം. ഇതിന്റെ ബാക്കി മതങ്ങളെ പരാമർശിച്ച് വരുന്ന കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പരാമർശിക്കാം. നന്ദി, നമസ്തേ.